ഹായ് ഗായ്സ്, this is me Anja here. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് മാമൻ പോയൊരു വിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ. ഒരുപാട് ദിവസമായി മാമൻ പോയിട്ട്, പക്ഷേ എനിക്ക് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയില്ല. അതാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ അതാ നമ്മൾ ഇവിടെ മമ്മച്ചിനി ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആരെങ്കിലും പോകുമ്പോൾ മാത്രമുള്ള മമ്മച്ചിൻ്റെ സ്പെഷ്യലാണ് ഇത്. അപ്പോൾ അത് അതിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂടെ തേങ്ങാപ്പാലും ഇവിടെ റെഡിയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേന് ഓൾമോസ്റ്റ് അവിടെ എത്തി 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും ലേറ്റായിപ്പോയി. അപ്പോൾ അതാ ഇവിടെ 2 മുട്ട പൊട്ടിച്ചിട്ട് ചിക്കാണ് തോന്നുന്നു. ആ പരിപാടികൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ ചട്ടിപ്പത്തിരിൻ്റെ പരിപാടി നല്ല അടിപൊളിയായി നടക്കുന്നുണ്ട്. എനിക്ക് ചട്ടിപ്പത്തിരിയോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഇതിപ്പം അവിടേക്ക് സൗദിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവർ സൗദിയിലാണ് കേട്ടോ മാമൻ പോകുന്നത്. മാമ വന്നതിന് വെച്ചാൽ ഞങ്ങൾ കുറേ ട്രാവലൊക്കെ ചെയ്ത് ഞങ്ങളെ വെക്കേഷൻ സത്യം പറഞ്ഞാൽ കുറേ എൻജോയ് ചെയ്ത്. അപ്പോൾ അതാ ഇനി മാമൻ പോവാണ്. ഓരവിടെ മേലെ പാക്കിങ്ങും പരിപാടികളൊക്കെയാണ്. അപ്പം മമ്മച്ചിക്ക് ഇതാണ് പണി ഇവിടെ ഉണ്ടാക്കൽ. മമ്മയും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മളെ മുട്ട ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി കസ്കസ് വറുത്തതാണ് കേട്ടോ ഇത്. അപ്പം അതും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് രാവിലെ ഇനി പ്ലെയിന്, അതുകൊണ്ട് തന്നെ രാത്രി തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട പരിപാടി കഴിഞ്ഞ് വിചാരിച്ചപ്പോൾ വീണ്ടും മുട്ട തന്നെ. ഒരുപാട് മുട്ട ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ കുറേ മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ആ സൈഡിൽ കാണുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അങ്ങനെ അത് രണ്ടും തേങ്ങാപ്പാലും മുട്ടയും കൂടി മിക്സ് ചെയ്ത ഒരു മിക്സ്ചറാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ നമ്മളിത് ഈ മറ്റേ പത്തിരി മാരിങ്ങനെ റൗണ്ടിലാക്കി ഇട്ടിട്ടുണ്ടോ. ഈ ഒരു ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, കുറച്ചധികം നമുക്ക് കഷ്ടപ്പാടുണ്ട്. ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടാണ്, കുറച്ചും കൂടി നമ്മൾ വലിപ്പം കൂട്ടണം. എന്നിട്ട് അങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പണിയില്ലേ. അപ്പോൾ നമ്മളെ അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തിട്ട് ഇങ്ങനെ ഓരോന്നായിക്ക് സെപ്പറേറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ചട്ടിപ്പത്തിരീൻ്റെ പരിപാടികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മളെ മാമ മാത്രമല്ല മേമിയും അതുപോലെ നെസലും കൂടെ പോകുന്നുണ്ട് കേട്ടോ. നെസലിന് ഞങ്ങൾ നല്ല രീതിക്ക് മിസ് ചെയ്യും. അപ്പോൾ എല്ലാ പരിപാടികളും റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ മുട്ട ഇവിടെ ചിക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നെച്ച് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ബാറ്റർ ഇവിടെ റെഡിയാണ്. അതുപോലെ കസ്കസ് വറുത്തതുണ്ട്. പിന്നെ നമ്മളെ മുട്ടയും തേങ്ങാപ്പാലുള്ള മിക്സറും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ ആ ഒരു ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല രസം അത് കാണാൻ, ഭയങ്കര നൈസാണ് ആ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ല രസമാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ ഒരു മുട്ടേൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ മേലെ പിന്നെ നമ്മളെ കസ്കസ് വറുത്തതും പിന്നെ നെച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മുട്ട ചിക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നു. നെച്ച് കുറേ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ കുറച്ച് കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മുട്ട ചിക്കിയതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു സെയിം മെത്തേഡ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു കേക്ക് തന്നെയാണിത്. അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന മാതിരി ഈ ഒരു മെത്തേഡ് ലെയറായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ടോപ്പ് വരെ നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് ഷേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ അതേമാതിരി ആദ്യം നമ്മളെ മുട്ടയിട്ട് പിന്നെ കസ്കസ് ഇട്ടു, മുട്ടൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഇതിട്ടു, കസ്കസ് ഇട്ടു, മുട്ട ചിക്കിയതിട്ടു, പിന്നെ നെച്ചിട്ടു. അങ്ങനെ ഈ ഒരു മെത്തേഡ് തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു. ഇനിയാണ് നമ്മൾ ഈ ഒരു സംഭവം കുക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയാണ് കേട്ടോ. പിന്നെ കുറേ നേരത്തിന് ഇതിന് ശേഷം നമ്മൾ ചട്ടിപ്പത്തിരി കഴിയും. അതുപോലെ മമ്മച്ചി ബീഫ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മാങ്ങ, പച്ചമാങ്ങ, അതുപോലെ വേറെ എന്തൊക്കെയൊക്കെ പഴം, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോണ നമ്മളെ പെട്ടി കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഒരുപാട് പൊടി സാധനങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ഇയറോടെ മൂലം അവിടെ തന്നെ ആയിരിക്കും. അപ്പം അതിന് വേണ്ടി മഞ്ഞപ്പൊടി അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നെസലിൻ്റെ ടോയ്സ് കുറച്ച് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പം അതും ഒരു കൊണ്ടുപോവുകയാണ്. അപ്പോൾ പെട്ടിയൊക്കെ റെഡിയായി. വിത്തിൻ മിനിറ്റ്സ് നമ്മളെ മാമനും ഇവിടുന്ന് പോകും കേട്ടോ. അപ്പം ഇവരിങ്ങനെ പെട്ടിയൊക്കെ തൂക്കി എല്ലാം റെഡിയാക്കി വെച്ച്
വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പെട്ടി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല രീതിക്ക് നല്ല കളറല്ല പെട്ടി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇനിന്ന്, അപ്പോൾ ഈ ടൈമിൽ ഞാൻ നല്ല രീതിക്ക് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഒരിതാ എല്ലാം റെഡി ആക്കിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ പ്ലെയിനിൽ ഇതാക്കുമ്പോൾ കംഫോർട്ടബിൾ ആക്കാനുള്ള പില്ലോയും അതുപോലെ എല്ലാതും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നമ്മളെ നെസലിനോട് ബായ് പറയാം കേട്ടോ. കുറച്ച് വിഷമമുണ്ട്, നെസലിനെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരു വർഷത്തോളം നമുക്ക് ഇനി കാണാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മളെ നെസലിനോടൊക്കെ ഞങ്ങൾ ബായ് പറഞ്ഞു. അപ്പം മേമി വന്ന് എല്ലാവരെയും ഹഗ്ഗൊക്കെ ചെയ്ത് മേമിയും നെസലും അതുപോലെ മാമനും പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു മന്തോളം നാട്ടിൽ നിന്ന് ഒരുപാട് സ്ഥലത്തേക്കൊക്കെ പോയി. അങ്ങനെ മാമനും മേമിയും ഇത് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ എണീക്കുന്ന ടൈം ആയിട്ടില്ല, 9 മണിയല്ല 8:30 എന്തോ. അപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് നമ്മളെ നെസലും പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി നെസൽ പോയ ടൈമിൽ അന്നെ കരഞ്ഞിട്ടോ നെസൽ പോയി എന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു കാഴ്ച ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും എന്തോ ഓള് കരഞ്ഞില്ല. നമ്മൾ ഈ ഒരു വീഡിയോക്ക് ശേഷം പിന്നെ നമ്മളെ മൂത്ത മാമനും പോയിനി. ഞാൻ പറഞ്ഞ മാതിരി നല്ല ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടി ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മളെ ഉണ്ണിയപ്പം, ആ ഒരു പെട്ടിയിൽ ഉണ്ണിയപ്പം അതുപോലെ വേറെ എന്തൊരു സംഭവമുണ്ട്. പിന്നെ നമ്മളെ ഉണ്ണിയപ്പം കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സ്നാക്ക് ഐറ്റംസ് ഉണ്ട്, നല്ല അച്ചപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പെട്ടിയും കാണാൻ വലിയ രസമൊന്നുമില്ല. അപ്പോൾ മാമനും പാക്ക് ചെയ്തു. ഐഷൻ്റെ വിഷമേനി ഭയങ്കര, ഓൾ കെട്ടിപ്പിടിച്ചിട്ട് വിടുന്നേ ഇല്ല. ഇനി ഒക്കെ തൂക്കി മാമനും അങ്ങനെ ഇറങ്ങി. ഐഷ പിന്നെ ഇറങ്ങിയോടത്തുനിന്ന് വിളിച്ചെത്തി കുറച്ച് നേരം ഇതാക്കി. പക്ഷെ പൂവല്ലാതെ പറ്റില്ലല്ലോ, എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ മാമൻ്റെ വണ്ടിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.